ഒരു വിവാഹം കഴിച്ചതിന്റെ പേരിൽ സൈബർ ഇടത്തിൽ നിരന്തരം വിമർശനങ്ങൾക്കും കുത്തുവാക്കുകൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്ന താരങ്ങളാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും. ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷം ഏറെക്കാലം രണ്ടു മക്കളുമൊത്തും ഒറ്റപ്പെട്ട ജീവിതം നയിച്ച വ്യക്തിയാണ് ദിവ്യ. ആത്മഹത്യയും വിഷാദവും തുടങ്ങിയെല്ലാം ആ കാലഘട്ടത്തിൽ ദിവ്യ അലട്ടിയിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ദിവ്യ ക്രിസിനെ കണ്ടുമുട്ടുന്നതും ക്രിസ് ദിവ്യയുടെ ജീവിതത്തിലേക്ക് വരുന്നതും. ദിവ്യ മാത്രമല്ല, അവരുടെ രണ്ടു മക്കളെയും ക്രിസ് ഏറ്റെടുത്തിരുന്നു. വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ ദിവ്യയ്ക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്ന വിമർശനം ക്രിസിന്റെ സ്വത്തും പണവും കണ്ടിട്ടാണ് ദിവ്യ കിട്ടിയത് എന്നാണ്. എന്നാൽ ഇപ്പോഴിതാ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വിമർശനങ്ങൾക്ക് മറുപടി പറയുകയാണ് ദിവ്യ. സ്വത്ത് കണ്ടിട്ടുകൂടി തന്നെയാണ് താൻ ക്രിസിനെ വിവാഹം കഴിച്ചത്. നല്ല ആളുകളെ കണ്ടുകിട്ടിയാൽ വിവാഹം കഴിക്കണമെന്നാണ് വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്. ഒറ്റയ്ക്കുള്ള ജീവിതം പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വിവാഹിതയായത്. എവിടെ നിന്നും എനിക്കൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. എന്നേക്കാൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ സമൂഹത്തിലുണ്ടാകും. എത്ര വഴക്കുണ്ടായാലും നാളെ ശരിയാകും എന്നൊക്കെ കരുതിയാണ് ഞാനടക്കം പലരും വർഷങ്ങൾ തള്ളി നീക്കുന്നത്. അവസാനം ഒട്ടും പറ്റില്ലെന്ന് വരുമ്പോഴാണ് വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ ഇപ്പോഴുള്ള ആളുകൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ഡിവോഴ്സാണ്. മക്കൾ വിവാഹം കഴിക്കാൻ പ്രായമായവരാണെന്ന് ചിന്തിക്കേണ്ടതില്ല. നമ്മൾക്ക് പ്രായമായി വരുമ്പോൾ കൂട്ടിന് ഒരാൾ വേണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. മക്കൾ വിവാഹം കഴിഞ്ഞാൽ അവർക്കൊരു ജീവിതമുണ്ട്. നമ്മൾ അവർക്കിടയിലേക്കും ചെന്ന് കയറരുത്, അവർക്കും ഭാരമാകരുത്. എനിക്ക് സാമ്പത്തികമൊന്നുമില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയവർ പോലും പിന്നീട് മറ്റൊരു രീതിയിലാണ് പെരുമാറിയത്. പിന്നെ വലിയൊരു വീടുണ്ടെന്ന് കരുതി ആർക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. പണിയെടുത്താലേ ജീവിക്കാൻ പറ്റൂ. കണ്ണൂരിൽ നല്ലൊരു വീടുണ്ട്, കുറച്ച് സ്ഥലവും 2-3 വണ്ടികളും ഉണ്ട്. അതുകൊണ്ട് സ്വത്ത് കണ്ടു കെട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. അതെല്ലാം ക്രിസിന്റെ അച്ഛൻ്റെ വിയർപ്പാണ്. പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. ദിവ്യയുടെ ഈ തുറന്നു പറച്ചിലിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ജോഡികളെ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.